ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡേ 2 ആണല്ലേ. അപ്പോൾ എല്ലാവരും ഡേ 1 നല്ലോണം പഠിച്ചു എന്ന് വിചാരിക്കണു. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇടാം കേട്ടോ. ഞാൻ ഫിസിക്സിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചോദിച്ചിട്ടുണ്ട്, ഞാനത് ഇടാം. ടോപ്പിക് വൈസ് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇടാം. ഓക്കെ, അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടെ സമയം നമുക്ക് വീട്ടിലുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് പഠിക്കണം. കൂടുതൽ സമയം പഠനത്തിന് വേണ്ടിയിട്ടും റിവിഷന് വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയുടെ മാനവികത എന്ന് ഞാൻ പറയുന്ന ചാപ്റ്ററാണ്. മാനവികത കുറച്ച് സമയം എടുക്കും അല്ലേ. സോഷ്യൽ സയൻസ് ആണ്. ഫസ്റ്റ് റൗണ്ടൊക്കെ ഒത്തിരി സമയം എടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് ഒക്കെ കണ്ടുപിടിച്ച് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത്തിരി സമയം എടുക്കും. ഒരു കുഴപ്പമില്ല, എത്ര സമയം എടുക്കും. കാരണം ഇന്ന് വേറെ പ്ലാനുകളൊന്നും വേണ്ട. പ്ലീസ് നന്നായിട്ട് പഠിക്കുക. ഇനി SLC കഴിയുന്നത് വരെ നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്താണ്? SLC പരീക്ഷ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയുടെ മാനവികത എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് നോക്കുക. പിന്നെ ജോഗ്രഫിയിലെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും, അതിനും കുറച്ച് സമയം എടുക്കുന്നതാണ്. സോഷ്യലാണല്ലോ. ഓക്കെ, ഇനി പഠിച്ചു കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, റിവൈസ് ചെയ്യുക എത്രയും. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ടും സമയം ഉണ്ടെങ്കിൽ എന്താ, സെക്കൻഡ് ചാപ്റ്റർ നോക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച്. പിന്നെ മാത്സിന്റെ ചാപ്റ്റർ 1 ചെയ്ത് പഠിക്കണം കേട്ടോ. മാത്സ് ഒരിക്കലും ബുക്ക് നോക്കി വായിച്ചു പഠിക്കുകയോ വേറെ ആരെങ്കിലും ചെയ്തിരിക്കുന്നത് കണ്ടു പഠിക്കുകയോ ചെയ്യരുത്. പ്ലീസ്, മാത്സ് ചെയ്ത് പഠിക്കണം. ഒന്നാമത്തെ കാര്യം സ്പീഡ് കിട്ടും, രണ്ടാമത്തെ കാര്യം തെറ്റുകൾ കുറയും. ഓക്കെ, ഇനി നമ്മൾ എന്നും പറയണ പോലെ ഇംഗ്ലീഷിന്റെ ഒരു ക്വസ്റ്റ്യനും ഹിന്ദിയുടെ ഒരു ക്വസ്റ്റ്യനും എഴുതണം കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് 2-3 കുട്ടികൾ പറഞ്ഞു, ഇംഗ്ലീഷിന്റെയും ഹിന്ദിയുടെയും ക്വസ്റ്റ്യൻസ് തരാമോ അതിൻ്റെ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കത് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻസ് തരാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു പ്ലാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. പ്ലാനായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഏതെങ്കിലും ടോപ്പിക്സ് മനസ്സിലാവാത്തതോ ഹെൽപ്പ് വേണോ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേരെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.